മൗത്തിനൊരുക്കം വാജിബാണെന്നറിയണേ, അതുകൊണ്ട് തൗബയും എപ്പോഴും റെഡിയാക്കണേ. രോഗിക്ക് മറ്റെല്ലാവരെക്കാൾ വേണ്ടതാ വേഗം തയ്യാറെടുത്തിട്ട് തന്നിരിക്കേണ്ടതാ. മൗത്തെത്തിയാൽ വല ഭാഗമിൽ കിടത്തേണ്ടതാ, മുഖമെപ്പോഴും ഖിബിലക്ക് തന്നിരിക്കേണ്ടതാ. അത് ബുദ്ധിമുട്ടായാൽ ഇടത്താ വേണ്ടത്, മലർത്തി കിടത്തണമെന്നുമാ പിന്നുള്ളത്. മലർത്തുന്നതായാൽ തല ഉയർത്തൽ വേണ്ടതാ, ഖിബിലക്ക് തന്നിരുപാദവും നീട്ടേണ്ടതാ. ഋതുവായ സ്ത്രീകൾ അവിടെ നിന്നൊഴിയേണ്ടതാ, അവരവിടെ നിൽക്കൽ തന്നെ മക്റൂഹുള്ളതാ. കളിയായുധം ഫോട്ടോകളും മാറ്റേണ്ടതാ, അതുപോലെ നായുണ്ടെങ്കിലും ആട്ടേണ്ടതാ. സൗരഭ്യമുള്ളവ പൂശലും വേണ്ടുന്നതാ, അംലാക്കുകൾ കടക്കുന്നതിനത് നല്ലതാ. തത്സമയം അല്പം വെള്ളവും കൊടുക്കേണ്ടതാ, സക്കറാത്ത് സമയം ദാഹത്തിനുതകുന്നതാ. ഇത് മുഗനിയിൽ നീ നോക്കിയാൽ കാണുന്നതാ, 330 ഭാഗം ഒന്നിൽ വന്നതാ. തുടി കൊണ്ട് വെള്ളം തൊട്ട് നീ നനയ്ക്കേണ്ടതാ, ഇരു ചുണ്ടുകൾ ഉണങ്ങാതെ സൂക്ഷിക്കേണ്ടതാ. ഉനിയത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, 28-ാം പേജ് ഒന്നിൽ വന്നതാ. തേൻ ഉള്ളിലുള്ളത് മരണസമയം നല്ലതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. അത് 196-ൽ ബറക്കത്തിൽ, മക്കിയത്തിൽ 110-ൽ സമയം ഇലാഹിൽ നല്ല ഭാവന വേണ്ടതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. എനിക്കെൻ്റെ റബ്ബ് പൊറുക്കുമെന്നുറക്കേണ്ടതാ, കൃപ ചെയ്തു തരും അവനെന്നു തന്നോർക്കേണ്ടതാ. അവനുള്ള ഭാവന പോലെ റബ്ബ് അവനോട് പെരുമാറുമെന്നാണ് എപ്പോഴും നിലപാട്. വുളുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഇതുപോലെ ബിഖയിലുള്ളതായി കാണുന്നതാ, 84-ാം പേജ് അതിൽ പറയുന്നതാ. സൂറത്ത് യാസീൻ തൽക്ഷണം ഓതേണ്ടതാ, ദാഹങ്ങളെല്ലാം തീർന്നതായി മരിക്കുന്നതാ. റഅദെന്ന സൂറത്തോതലും വേണ്ടുന്നതാ, മൗത്തിൻ്റെ വേദന കുറയുവാൻ ഉതകുന്നതാ. മരണം കഴിഞ്ഞാൽ മയ്യിത്തിൻ്റെ സമീപത്തും ഓതാം ഖുർആൻ എന്നാണ് റംലി റിവായത്തും. 498-ലുണ്ടത് വിശദമായി നോക്കാം. ബുജൈരിമി ഭാഗം 1-ൽ ശ്രദ്ധയായി.